തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടൽ കെട്ടിടം അപകടാവസ്ഥയിൽ. മഴക്കാലം ആരംഭിച്ചതോടെ ഹോട്ടൽ ചോർന്നൊലിക്കുകയാണ്. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് മാലിന്യം പുറത്തേക്ക് വരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഹോട്ടലിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയമായി മാറിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തൃശൂർ കാഞ്ഞാണിയിൽ അംബേദ്കർ ദിനത്തിൽ കോൺഗ്രസ് നേതാക്കളും പോലീസുമായി നടന്ന തർക്കത്തിൽ 12 പേർക്ക് ശിക്ഷ വിധിച്ച് കോടതി. 1 ദിവസത്തെ തടവും 800 രൂപ പിഴയുമാണ് ശിക്ഷ. കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്പർ ഹിറ്റ് മലയാളം മൂവി തലവൻ സിനിമയുടെ തിരക്കഥാകൃത്തും ആലുവ ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനുമായ ശരത് പെരുമ്പാവൂരിനെയും ടീം അംഗങ്ങളെയും അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 9 വയസ്സുകാരന് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും പിഴയും. പോരുവഴി പള്ളിമുറിത്തറയിൽ വടക്കതിൽ മാഹിനെയാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി F മിനിമോൾ ശിക്ഷിച്ചത്. 40,000 രൂപയാണ് പിഴ. പിഴയൊടുക്കാത്ത പക്ഷം 8 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. കൊല്ലം അഞ്ചലിൽ പഞ്ചായത്ത് നിർമ്മിച്ച കലുങ്ക് പൊളിഞ്ഞു. അഞ്ചൽ പഞ്ചായത്തിലെ ചോരനാട് 2-ാം വാർഡിൽ 1.5 മാസം മുമ്പ് നിർമ്മിച്ച കലുങ്കാണ് വാഹനം കയറി പൊളിഞ്ഞത്. പൊളിഞ്ഞ കലുങ്ക് അടിയന്തരമായി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കലുങ്ക് നിർമ്മാണത്തിലെ അഴിമതിയാണ് പൊളിയാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ കലുങ്ക് പൊളിയാൻ ഇടയാക്കിയ വാഹനത്തിന്റെ ഉടമ കലുങ്ക് നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചതായി അധികൃതർ അറിയിച്ചു.